അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഹറമിലേക്ക് നമ്മൾ 6-ാം തീയതി കോഴിക്കോട് നിന്നും എഴുതാൻ കെട്ടി പോരാൻ തയ്യാറായി. അത് വളരെ ഭംഗിയായി മക്കയിലും മദീനയിലും എത്തിച്ചേർന്നു. പരിപൂർണ്ണ അമലുകളെല്ലാം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരുപാട് പോരായ്മകൾ വന്നിട്ടുണ്ട്. അത് ഇതിലൂടെ പരിഹരിച്ചു എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതായാലും അല്ലാഹുവിൻ്റെ അപാരമായ പ്രവാസിയ കാലത്ത് കൂടുതൽ ഉംറയും സിയാറത്ത് ഇത്ര വലിയ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു വർഷത്തിൽ 2 ദിവസം ലീവ് ഉണ്ടാകുക, പിന്നെ 17 മണിക്കൂർ ജോലിയായിരുന്നു. ഇപ്പോൾ ഇത്ര അമീറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 100-110 ഓക്കെ. പിന്നെ ട്രാവൽസിനായിട്ടും പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അത്രേ പറയാനുള്ളൂ. അസ്സലാമു യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. ഉസ്താദിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഉഷാറായിരുന്നു എല്ലാ കാര്യത്തിലും. പിന്നെ കൂടാതെ നല്ല ഭക്ഷണവും താമസവും ഒക്കെ നല്ല സൗകര്യം, നല്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പലരും പറഞ്ഞേക്കാം അവിടെ ചെന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ചുറ്റി പറഞ്ഞാൽ അത്രയും ഒരു മെനഞ്ഞൊരു ഇല്ലല്ലോ. നമ്മളെ ട്രാവൽസിനും ഉസ്താദിനും എല്ലാവർക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ അവസാനിപ്പിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ആദ്യമായി പറയട്ടെ, എൻ്റെ കുടുംബം വളരെയധികം സംതൃപ്തരാണ്. ഞാൻ അവരോട് പ്രത്യേകം ചോദിക്കാറുണ്ട്. എല്ലാവർക്കും വലിയ സന്തോഷമാണ്. നല്ല ഒരു അഭിപ്രായമാണ് പറയാനുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ്. ഇതുവരെ ഈ 10-30 വർഷത്തിനിടയിൽ പല പ്രാവശ്യം ഹജ്ജ് അത്രയും ഉംറ ചെയ്തിട്ടുണ്ട്. എന്നാലും വളരെയധികം ഒരു നല്ലൊരു അനുഭവം, നല്ലൊരു അനുഭൂതി കിട്ടിയ ഒരു ഉംറയായിരുന്നു ഇത് എന്ന് പറയാം. ഉംറയല്ല, ഒരു പൂർണ്ണമായ ഒരു ഹജ്ജ് ചെയ്ത ഒരു അനുഭൂതിയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രത്യേകം എടുത്തു പറയാനുള്ളത് നമ്മുടെ ഉസ്താദിൻ്റെ സേവനം. എല്ലാ നിലക്കും വലിയ ഒരു സന്തോഷം തന്നെയാണ്. ഉസ്താദ് നമ്മളോട് കട്ടക്ക് സപ്പോർട്ടാണ് എന്തൊരു കാര്യത്തിനും. ഞാൻ അറിഞ്ഞെടുത്തോളം ഇങ്ങനെ ഒരു അമീറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സാധാരണ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ മല കയറാനൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് അമീർമാർ ഇതാണ് മല, ഞങ്ങൾ പോയി വരി, ഞാനിവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവിടെ വിശ്രമിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്ന അമീർമാരുണ്ട്. പക്ഷേ നമ്മുടെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേക ഉസ്താദ് മല കയറുന്ന സമയത്ത് എല്ലാവരുടെയും പിന്നിലാണ് ഉസ്താദ് ഉണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം, ആരെങ്കിലുമൊക്കെ തളർന്ന് എവിടെയെങ്കിലും ഇരിക്കുക എന്തെങ്കിലുമൊക്കെ ആകെ ചെയ്താൽ അവർക്ക് ഉസ്താദിൻ്റെ ഉത്തരവാദിത്തമാണെന്ന ഉത്തമ ബോധ്യത്തോടെ ഉസ്താദ് വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അർഹമായ പ്രതിഫലം നൽകട്ടെ. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദ്, അതുപോലെ കുഞ്ഞാൻ ഉസ്താദ് അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട കാരണന്മാരെ, പങ്കന്മാരെ, നമ്മൾ മഹത്തായ ഈ കർമ്മത്തിന് പുറപ്പെടുന്ന സമയം ഇങ്ങനെ ആലോചിക്കുകയാണ്. ഏത് ഗ്രൂപ്പിൽ പോകണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു അമീറായിട്ട് പോകുന്ന ആളുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് കൂടി സംസാരിച്ചപ്പോൾ അദ്ദേഹം നമ്മൾ പോവാം അങ്ങനെ മൂപ്പരുമായി സംസാരിച്ചിരുന്നു. പിന്നെയാണ് നമ്മളെ നേരത്തെ എൻ്റെ അനിയന് അഹ്സനി ഉണ്ട്, അദ്ദേഹം പോയിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഉസ്താദിൻ്റെ ഗ്രൂപ്പ്. പിന്നീട് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുകയും ഇപ്പം എനിക്ക് മനസ്സിലായത് നാട്ടിലെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ നാട്ടിലെ അമീറിനെ കൂടെ പോകുന്നതിനേക്കാളും ഏറ്റവും ബെറ്ററായിട്ട് ഇതിൽ പോകാൻ സാധിച്ചു. ഇത് തെരഞ്ഞെടുത്തതിൽ എന്തോ അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞ 2 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കണം. ഒന്ന് നമ്മളെ ബുറാക്ക് എന്ന ട്രാവൽസും, രണ്ടാമത്തത് നമ്മൾ അമീറും. ബുറാക്ക് എന്ന ട്രാവൽസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ യാത്ര തുടങ്ങിയത് മുതൽ നമുക്കറിയാം എയർപോർട്ടിൽ നമുക്ക് ഫുഡ് തരാൻ തന്നിട്ടുണ്ട് അല്ലേ. മറ്റുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ട്രാവൽസ് അങ്ങനെ ഫുഡ് കൊടുത്താൽ പോലെ സാധാരണ ഇല്ല. നമുക്ക് അന്ന് കഴിക്കാനുള്ള ഫുഡ് അവർ തന്നിട്ടുണ്ട്. അതോടുകൂടി നമ്മൾ യാത്ര തുടരുകയാണ്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ബുറാക്കിൻ്റെ ഭാഗത്ത് നിന്ന്. അതുപോലെ ബുറാക്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഈ റൗദ പെർമിഷൻ വളരെ ഒരു ഇഷ്യൂ ആയിരുന്നു. എല്ലാവരുടെ മനസ്സിലും
വളരെ പ്രയാസമുണ്ടായ സംഗതിയാണ് റൗള. ഓരോരുത്തർക്കും ഓരോ സമയമായതുകൊണ്ട് തന്നെ പല ആളുകൾക്ക് മൊബൈലിൻ്റെ പ്രശ്നം, കിട്ടാത്ത പ്രശ്നം വന്നപ്പോൾ ഉസ്താദ് നിരന്തരം ഇടപെട്ടുകൊണ്ട് ബുറാക്ക് ഗ്രൂപ്പുമായി സംസാരിച്ചപ്പോൾ 1.5 ബുറാക്ക് ആണുങ്ങൾക്ക് 6 പേർക്ക് ഒന്നിച്ചൊരു ഇത് കിട്ടി. അതിന് ഞാനിപ്പോൾ പെർമിഷൻ എടുത്തിരുന്നു, പക്ഷെ അതിലെല്ലാം പോയത് ബുറാക്ക് നേരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു 6 പേർക്കുള്ള ഇതിലാണ് ഞാൻ ഉസ്താദിനെ കയറിയത്. അങ്ങനെ ബുറാക്ക് അതിനൊക്കെ ആ സമയാസമയബന്ധിതമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ബുറാക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് നമ്മൾ ഉസ്താദാണ്. എന്താ പറയുക, ഒരു ഉസ്താദ് എന്ന് പറയുമ്പോൾ വളരെ എങ്ങനെയാണ് ഒരു അമീർ എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. എനിക്കില്ലാത്തൊരു സംഗതി ഉസ്താദിലുണ്ട് എന്നുള്ളതാണ്. സോബർ ഇല്ല, ഇന്നുള്ളമായ സോബർ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്കൊരു പരിധി കഴിഞ്ഞാൽ ക്ഷമ കിട്ടാറില്ല. പ്രത്യേകിച്ച് നമ്മൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒറ്റ ഉദാഹരണം പറയാം. ഇസുൽ ഇസ്മായിൽ സ്ത്രീകൾ മാത്രം അങ്ങനെ പോയിട്ട് ഉസ്താദ് എന്ത് ചെയ്തു, സ്ത്രീകളെ കയറ്റി അവർ വരുന്നത് വരെ ഓരോ സ്ത്രീയും അവിടുന്ന് ഇറങ്ങുന്നത് വരെ അവരെ വിളിച്ചിട്ട് എന്ത് ചെയ്യാണ്, എല്ലാവരും ഒന്നിച്ച് കൊണ്ടുവരികയാണ്. ഉസ്താദ് എന്ത് പറഞ്ഞാൽ മതിയായിരുന്നു, നിങ്ങളെല്ലാവരും കഴിഞ്ഞിട്ട് അത് ആ വാതിലിൻ്റെ അവിടെ വന്ന് പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതിയായിരുന്നു. സ്ത്രീകൾക്ക് വാതിലറിയാം അല്ലേ, നമ്മളൊക്കെ പലതവണ പോയ വാതിലാണ്, ആ വാതിലിന് അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഒരു പ്രയാസമില്ല. ഉസ്താദ് എന്ത് ചെയ്തത്, അവിടുന്ന് കൂട്ടം തെറ്റാതിരിക്കാൻ വേണ്ടി എല്ലാ സ്ത്രീകളെയും കഴിയുന്നത് വരെ അവിടുന്ന് വിളിച്ചിട്ട് അവിടെ എത്തിച്ചു. അത് ഒറ്റ ഉദാഹരണം മാത്രമായിട്ട് ഒരുപാടുണ്ട്, ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ സുരക്ഷിതമായിട്ട്, അത് വളരെ ഇത് തോന്നാണ് എനിക്ക് അല്ലേ. അല്ലെങ്കിൽ സ്ത്രീ നേരത്തെ അൽബിയൊക്കെ പറഞ്ഞ പോലെ മല കയറുമ്പോൾ എന്ത് പറഞ്ഞാൽ ആദ്യ ഉസ്താദിന്, ഞാൻ എല്ലാ തവണ വരുന്ന കയറുന്നതാണ്, നിങ്ങൾ എന്ത് ചെയ്യോ അങ്ങനെ കയറിക്കോ, വഴിയൊന്നും പേക്കല്ല, ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെല്ലാം ചെയ്തത് ഉസ്താദ് അവസാനത്തെ ആള് കയറുന്നത് വരെ ഉസ്താദ് പിന്നാലെ പോന്നിട്ട് എന്തെങ്കിലും സഹായങ്ങൾ വേണം നോക്കിയിട്ട് പിന്നാലെ പോയിട്ട് അല്ലേ. വളരെ എന്താ പറയാ, അത്ര ക്ഷമ ഉസ്താദ് യാത്ര തുടങ്ങി പറഞ്ഞിരുന്നത് 100 കിലോ ക്ഷമ വേണം. ഉസ്താദിന്റെ കയ്യിൽ 100 കിലോ അല്ല, എന്താ പറയാ, ഒരു കിൻഡലല്ല, എന്താ പറയാ, ഒരു കന്നുമല്ല. വളരെ അവൻ പല ഇതായി ഒരു അമീറിനുണ്ടായിരിക്കേണ്ട ഒരു ഗുണങ്ങൾ പെട്ടതാണത്. വളരെ ആത്മാർത്ഥമായി എനിക്ക് തോന്നുന്നത്. പിന്നെ തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിലെ അമീറിന്റെ കൂടെ ആണെങ്കിൽ ഒരു പക്ഷേ എത്രത്തോളം കിട്ടില്ലായിരുന്നു തോന്നും. ഇപ്പോഴാണ് എനിക്ക് നമ്മളെ ബുറാക്ക് അല്ലെങ്കിൽ റയ്യാൻ ഗ്രൂപ്പ് ഇതിന്റെ കൂടെ പോകുന്നപ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതായാലും അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും നമ്മുടെ കേരളക്കരയിൽ നിന്ന് ഒരുപാട് ആളുകൾ മുഅ്മിനീങ്ങളെ ഈ മക്ക മദീനത്തിൽ എത്തിക്കാനും അവർക്ക് വേണ്ട കർമ്മം ഇത് ചെയ്തു കൊടുക്കാനും ഉസ്താദിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉസ്താദിനെ കുടുംബത്തെ ഉൾപ്പെടുത്തുക. ഇനിയും ഒരുപാട് കാലം ഈ സേവനം ചെയ്യാനും അതുപോലെ ആത്മാർത്ഥമായി മറ്റുള്ള മുത്തുമുഅ്മിനീങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നാട്ടിലെത്തിക്കാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. എല്ലാവരും എനിക്ക് ഭാര്യയ്ക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഭാര്യക്കുണ്ടോ? അൽഹംദുലില്ലാ 6-ാം തീയതി നമ്മൾ പുറപ്പെട്ട് ഇപ്പോൾ അവസാന തിരിച്ചുപോകുന്ന നിമിഷത്തേക്ക് എത്തി. ബുറാക്ക് ട്രാവൽസ്, ഞാൻ ഒരുപാട് ട്രാവൽസ് അന്വേഷിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട്. ഇതും അക്ബർ ട്രാവൽസും ഒറ്റ ഡിമാൻഡ് മാത്രമുള്ളായിരുന്നു, ക്യാഷിൻ്റെ അല്ല. അമീർ എന്തായിരുന്നു നോക്കിയിട്ടായിരുന്നു ഞങ്ങൾ ഉംറക്ക് പോരാൻ തീരുമാനിക്കുമ്പോൾ അന്വേഷിച്ചിരുന്നത്. ഇപ്പോൾ വേറൊരാൾ ഉസ്താദിനെ കുറിച്ച് അറിഞ്ഞു പഠിച്ചു, എന്നിട്ടാണ് ഇങ്ങനെ തീരുമാനത്തിലെത്തിയത്. അത് തെറ്റിയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാനും എൻ്റെ 2 മക്കളും വൈഫും കൂടി പോരുമ്പോൾ ഒരാളും ഞങ്ങളോട് കുട്ടികളായിട്ട് പോകാൻ ഒരാളും സപ്പോർട്ട് തന്നിട്ടില്ലായിരുന്നു. എന്നുവെച്ചാൽ എല്ലാ രീതിയിലും അത് നിങ്ങൾ കഷ്ടപ്പെടില്ലാതെ നല്ലത് എന്ന് ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. പല പ്രാവശ്യം ഞങ്ങൾ അതിനുള്ള പ്രഷറും ഉണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ എൻ്റെ മക്കളെ സ്വന്തം മക്കളെ പോലെ നോക്കി ഇതുവരെ എത്തിച്ച് അൽഹംദുലില്ലാ. അതിന് എല്ലാവരോടും നന്ദി പറയണേ. പിന്നെ നമ്മളിപ്പോൾ പല സ്ഥലത്തും നമ്മൾ പോകുമ്പോഴൊക്കെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മറ്റുള്ള ഗ്രൂപ്പുകളൊക്കെ ശ്രദ്ധിച്ചോക്കൊണ്ട് അന്യ ആണുങ്ങളായിരിക്കും നമ്മളെ കൂടെ ഉണ്ടാവുക. ഇപ്പോൾ ഇവരാരും നിങ്ങളെ കൂടുതൽ അറിയുന്ന ആൾക്കാരല്ലേ, ഞാനടക്കം. ഇതൊക്കെ നിങ്ങൾ ബുർക്കിട്ട് കയ്യോറ ധരിച്ച് ഷോക്സ് ധരിച്ച്, അപ്പോൾ അത്രയും സുരക്ഷിതത്തിൽ ഉസ്താദിൻ്റെ നിർബന്ധത്തിനാണെങ്കിലും എല്ലാവരും ആ രീതിയിൽ വേഷം നിങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും അന്യ ആണുങ്ങൾ കാണാതെ ആ രീതിയിൽ കൊണ്ട് നടന്ന ഉസ്താദ് കുറച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് പഠിച്ചോലെ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ എത്തിച്ചു തരട്ടെ. അത് ഇനിയും തുടർന്ന് പോകാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ നമുക്ക് എല്ലാവർക്കും. പിന്നെ ഉസ്താദിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ഇപ്പോൾ മാഷ് പറഞ്ഞാൽ ക്ഷമ. നമ്മളൊക്കെ 100 വാങ്ങിയിട്ടുള്ളെങ്കിൽ ഉസ്താദ് എൻ്റെ 1000 വാങ്ങിയിട്ടുണ്ടാവും. 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ട് മദീനയിലെത്തിയിട്ട് ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാകുന്ന നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടി വരും. ഓരോ ആളിൻ്റെ റൗളയിൽ പോകുമ്പോൾ രാത്രിയായിട്ടും എല്ലാ സമയവും ഉസ്താദ് എത്ര മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും.
ബുറാക്ക് എന്ന ട്രാവൽസിൽ ഞാൻ അടുത്ത ബന്ധമില്ലെങ്കിൽ ഞാൻ വേറെ രീതിയിലൂടെയാണ് ഈ മറ്റേ ഉംറക്ക് പോകുന്നത്. ബുറാക്ക് എന്ന ട്രാവൽസായിട്ട് അത്ര ബന്ധമില്ല, നമ്മുടെ നാട്ടുകാരാണെങ്കിലും. എന്നാലും അൽഹംദുലില്ലാ അവരുടെ ഭാഗത്തുനിന്നും എല്ലാം കൊണ്ടും നമുക്ക് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. ഉസ്താദിൻ്റെ ഇതിലും നമുക്ക് എല്ലാ കാര്യം കൊണ്ടും റാഹത്താണ് അൽഹംദുലില്ലാ. ഒരു നെഗറ്റീവ് നമുക്ക് പറയാനില്ല. മോനെ കൊണ്ടൊരു ഉംറ ചെയ്യിച്ച് ഞാൻ നടക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. എല്ലാ രീതിയിലും എല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്തു തന്നു.